for this time God has given us, especially in this church. ജെസ്സി പറഞ്ഞതുപോലെ ഈ ചർച്ച് ഞങ്ങൾ you love us and we love you, and especially when I was sick you were praying for me, and thank you for that. By God's grace വളരെ ആരോഗ്യത്തോടെ ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതോടൊപ്പം സ്തോത്രം. നിങ്ങളെയൊക്കെ കാണാൻ ഇടയാക്കിയതോടൊത്ത് ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ദേവദാസൻ പാസ്റ്റർ സാം സംസാരിച്ചപ്പോൾ പറഞ്ഞ ഇന്നെടുത്ത് നമ്മൾ സാംസ് നമ്മൾ വായിച്ചപ്പോൾ തന്നെ അതിനകത്തൊരു കൈൻഡ് ഓഫ് സർവ്വജാതികളും, അതായത് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ജൂയിഷ് പീപ്പിൾ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഈവൻ ട്രഡീഷണൽ ക്രിസ്ത്യൻസ്, ഇറ്റ്സ് നോട്ട് ഈവൻ പെൻറ്റക്കോസ്റ്റൽസ്. In God's mind, it is all the world and all the people, all the nations. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു സമയം നമുക്ക് കർത്താവ് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി ഒരുങ്ങാനും. അതുകൊണ്ട് ദേവദാസൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ചർച്ച് എപ്പോഴും, ഞാനും അത് പറയുന്ന കൂട്ടത്തിൽ എനിക്കും പറയാനുണ്ട്, ആ ചർച്ച് എപ്പോഴും ഒരു മിഷൻ ഓറിയൻറ്റഡ് ചർച്ച് ആയിരിക്കണം. അങ്ങനെ ആയിരുന്നു നമ്മുടെ സഭകളൊക്കെ, അങ്ങനെ ആയിരുന്നു നമ്മുടെ പിതാക്കന്മാരൊക്കെ, അങ്ങനെ ആയിരുന്നു. അവരെ സഭയെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. നമ്മളുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ സഭയുടെ വളർച്ച പലപ്പോഴും സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ത്രൂ ക്രൂസൈഡ്സ്. പണ്ട് കാലത്തുള്ള ക്രൂസൈഡ്സ് കൊണ്ടൊന്നും അല്ല ഈ സഭകളൊക്കെ വളർന്നതൊക്കെ. നമ്മളെ അമ്മച്ചിമാരൊക്കെ പെട്ടെന്ന് രാവിലെ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ വന്ന് ഈ അമ്മച്ചിമാരെന്ന് അവിടെ പറയാൻ പറ്റിയല്ല, ഇൻ ദോസ് ഡേയ്സ് ദേ വർ യങ് പീപ്പിൾ, ദേ വർ ഗോയിങ് ടു ഡിഫറെൻറ്റ് ഹൗസസ്. അവിടെ ചെന്ന് സുവിശേഷമൊക്കെ അറിയിക്കുക, ചിലപ്പോൾ അടുക്കള കയറി അവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഈ ഓലപ്പര എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഇങ്ങനെ കാണാൻ പോലും ഇല്ല, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. ഓലപ്പരയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സപ്പോസ് ഏതെങ്കിലും ഒരു വീടൊക്കെ ഓലയൊക്കെ പോയി കിടക്കുകയാണെങ്കിൽ നമ്മളുടെ വിശ്വാസികൾ അവരുടെ വീട്ടിലെ ഓലയൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇതൊക്കെ മെടഞ്ഞെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ദേ വർ മേക്കിംഗ് ദാറ്റ് ഹൗസ് പ്രോപ്പർലി ഇൻഹാബിറ്റബിൾ ആയിട്ട് ഒക്കെ അങ്ങനെ ചെയ്തിട്ട് ദേ സ്റ്റാർട്ടഡ് ഷെയറിങ് ഗോസ്പൽ വിത്ത് പീപ്പിൾ. ദേ ഹാഡ് റിലേഷൻഷിപ്പ്. ഇന്നത്തെ ഈ സിറ്റി ലൈഫിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത, വി ഹാവ് നോ റിലേഷൻ വിത്ത് ഈവൻ അവർ ക്ലോസസ്റ്റ് നെയ്ബർ. അതൊരു വലിയൊരു പ്രശ്നമാണ്. പക്ഷെ നമുക്ക് റിലേഷൻ ഉള്ള ആളുകളുമായിട്ടാണെങ്കിലും അവർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കാനൊക്കെ കഴിയണം. ജെസ്സി പറഞ്ഞതുപോലെ വി താങ്ക് ഗോഡ് ഫോർ ദ ടൈം ഗോഡ് ഹാസ് ഗിവൺ us to be here, especially to meet our Joy Chachan and Sheila Mama and Sam, and of course ഞങ്ങൾക്ക് ഈ 2-3 ദിവസം എൻ്റെ ബ്രദറിൻ്റെ മോന്, they were Marthamites, അവർ സാൻ ഫ്രാൻസിസ്കോയിൽ സെയിൽസ് ഫോഴ്സിൽ അവൻ വർക്ക് ചെയ്യുന്നത്. അവനൊരു IT ഇതാണ്. അവരെല്ലാം ഇപ്പോൾ പിള്ളേരെല്ലാം IT പ്രൊഫഷണൽസാണ്. നല്ലൊരു പോസ്റ്റിൽ അവൻ ജോലി ചെയ്യുന്നത്, മർത്തോമ ഫാമിലി. പക്ഷേ എൻ്റെ ബ്രദറിൻ്റെ മോനാണെന്ന് പറഞ്ഞാലും ഞങ്ങളെപ്പോഴും അങ്ങനെ അവരുടെ വീടുകളിലൊക്കെ അങ്ങനെ പോകുന്നില്ലല്ലോ. ഇപ്പം 2-3 ദിവസം അവരുടെ വീട്ടിൽ താമസിക്കാൻ പറ്റിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ വീട്ടിൽ എനിക്ക് വലിയ ഒരു സന്തോഷം തോന്നിയത്, ആ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്, ആ വീട്ടിൽ കുഞ്ഞുങ്ങൾ വേദോസം വായിക്കുന്നുണ്ട്, ആ വീട്ടിൽ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നുണ്ട്, ആ വീട്ടിൽ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. I was asking 8-year young girl to pray. She started praying. You see, ഇന്ന് നമ്മുടെ പെന്റിക്കോസ്റ്റൽ ഫാമിലീസിൽ പോലും അത് നമുക്ക് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത എന്നുള്ള വാക്കങ്ങ് ഇവിടെ കോമൺ അല്ലാത്ത അങ്ങനൊരു സമയത്തേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യങ്ങൾ എല്ലായിടത്തും അല്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് അടച്ച് പറയാൻ പറ്റത്തില്ല. There is a remnant everywhere. പക്ഷെ അത് റെമിനൻറ്റിൻ്റെ നമ്പർ കുറഞ്ഞു വരികയാണെന്നുള്ളതാണ്. അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ദേ ആർ മാർത്തമൈറ്റ്സ്. എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ വൈഫ്
അവൾ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഷീ ഈസ് ഓൾസോ ഫാമിലി പ്രയർ. അവൾ എത്ര പിള്ളേർ എത്ര ഉറക്കം തൂങ്ങി വന്നപ്പോഴും പ്രാർത്ഥിപ്പിച്ചിട്ടേ കിടത്തിയുള്ളൂ. അപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കാര്യം നമ്മളെത്രയോ പെന്തിക്കോസ് വീടുകളിൽ പോയി താമസിക്കുന്നു, പലപ്പോഴും അവിടെ പോലും കാണാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ അവർ ആ രീതിയിൽ അഭ്യസിപ്പിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അവരുടെ കൂടെ താമസിക്കുന്നില്ലല്ലോ, അങ്ങനെ ഞാനത് അറിഞ്ഞിട്ടില്ല അവരെ ഇത്രയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാൻ കഴിഞ്ഞില്ലായിരുന്നു. നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, അവരൊക്കെ ഈ രീതിയിൽ ആ ഒരു രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളോടാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ WBCയുടെ മീറ്റിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സുവിശേഷീകരിക്കേണ്ടത് ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളായിരിക്കും, പക്ഷെ അവരെ വീണ്ടും ജനനാനുഭവത്തിലേക്ക് നടത്തണം. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൊച്ചുമക്കളോട് ഇങ്ങനെ പറയായിരുന്നു, ടു റിസീവ് ജീസസ് ഇൻസൈഡ്. അവർ ദേ അണ്ടർസ്റ്റാൻഡ്. വേർ ഇസ് ജീസസ് നൗ? ദേ സേ ഈസ് ഇൻ ഹെവൻ. I said, no, he is in heaven, but he wants to stay in your heart. And they were very happy. And they were asking, how can we receive Jesus inside? And they were praying. ആ പ്രാർത്ഥനയൊക്കെ അവർ രണ്ട് പിള്ളേരും പ്രാർത്ഥിച്ച് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടായി. ഞാനിത് പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ബേബാപ്പനെ ഞങ്ങൾക്ക് പോയി കാണാനും വളരെ ആരോഗ്യത്തോടെ കാണാനൊക്കെ കർത്താവ് ഇടയാക്കിയതോർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചർച്ചിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനോ ഞാൻ ഈ ചർച്ചിനെ WBC മീറ്റിംഗ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. എസ്പെഷ്യലി ദ യങ് പീപ്പിൾ, ഐ റിയലി അപ്രീഷിയേറ്റ് ദം ഫോർ ദെയർ സീൽ ഫോർ ഗാഡ്. പലപ്പോഴും നമ്മുടെ വലിയ കോൺഫറൻസുകളിലൊക്കെ കാണാത്തത് ഒരു കാര്യമാണ്. ബട്ട് വി റിയലി എൻജോയ്ഡ്, മീ ആൻഡ് ജെസി, വി വർ telling each other, and also we were talking to our church pastor and other people who called me. അവരോടൊക്കെ ഞാനിങ്ങനെ പറയായിരുന്നു. I was really happy to see the young people are really, they have a zeal for God. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ആ കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ വളർന്നു വരണം. അവരെ ലോകം ഗ്രസിക്കരുത്. അതിനുവേണ്ടി വളരെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ യങ് പീപ്പിളാണ്. നമ്മുടെ ഫ്യൂച്ചർ. അവർ പോയാൽ ഒരു ജനറേഷൻ, ഏത് ഫിലോസഫിയോ ഏത് റിലീജിയനോ എന്താണെങ്കിലും ഒരു ജനറേഷൻ വിട്ടുപോയാൽ അത് ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ജനറേഷൻ അവർ യേശുവിനെ അറിയാനും അനുഭവിക്കാനും അവർ യേശുവിനെ പ്രകാശിപ്പിക്കുന്നവരാകുവാനും. I always say, John പറയുന്ന കാര്യമുണ്ട്, there is no greater joy to see that our children are walking in truth. Sometimes I say, it is not only walking in truth, we need to be witnesses. Our children should be witnesses of truth. യേശുവിനെ സാക്ഷിക്കുന്നവരാകുവാനൂടെ. വിറ്റ്നസ് ചെയ്യണം, അല്ല നമ്മൾ സത്യത്തിൽ നടക്കണം, പക്ഷെ സത്യത്തിൻ്റെ സാക്ഷികളാകാനൂടെ കുഞ്ഞുങ്ങളെ നമ്മൾ അഭ്യസിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ സമയം അതിനകത്ത് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഗാഡ് കോൾസ് us. ജീസസ് ഈസ് കോളിംഗ് പീപ്പിൾ. ഡിഫറെൻറ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ യേശുവിനെ അനുഗമിച്ചവരായ ആളുകളെ, ദോസ് ഹു ആർ ഫോളോയിങ് ജീസസ്, അവരുടെ കാര്യം പറയുമ്പോൾ പല രീതിയിൽ യേശുവിനെ അനുഗമിച്ച ആളുകളുണ്ട്. ഇറ്റ് ഈസ് ഓൾ ഗുഡ്. പക്ഷേ അതിൽ യേശുവിൻ്റെ അത് കൺവേർട്ട് ചെയ്ത് വരുന്ന ഒരു കാര്യം നമുക്ക് കാണാം. ഒന്ന്, നമ്മൾ വലിയ പുരുഷാരത്തെ നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ അവൻ്റെ പ്രസംഗം കേൾക്കാനൊക്കെ വന്നത്. പക്ഷേ യേശു തൻ്റെ കൂടെ ഇരിക്കാൻ, അതായത് Mark chapter 3 verse 13 onwards when we read, and 3:13, Mark chapter 3 verse 13 onwards, and he went up on the mountain and called him
called to him those whom he desired, and they came to him. And he appointed 12, whom he also named apostles, so that they might be with him, and he might send them out to preach and have authority to cast out demons. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും, അല്ലേ, ഭൂതങ്ങളുടെ മേൽ ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരമുണ്ടാകേണ്ടതിന് അവനെ നിയമിച്ചു. യു സി, അപ്പം പ്രധാനമായും ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡിസൈപ്പിൾസിനെ വിളിച്ചപ്പോൾ, 12 ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ, 12 ശിഷ്യന്മാർ മാത്രമല്ലായിരുന്നു അവനുണ്ടായിരുന്നത്, അതിൽ കൂടുതൽ ശിഷ്യന്മാരുണ്ടായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ ഈ 12 പേരെ കർത്താവ് വിളിക്കുമ്പോൾ ഒന്നാമത് അവനെ വിളിക്കുന്നത് തന്നോട് കൂടെ ഇരിക്കാനാണ്, തന്നോട് കൂടെ ഇരിപ്പാൻ. അതാണ് ഫസ്റ്റ് തിങ്, ടു ബി വിത്ത് ഹിം. That is the calling, that is the primary calling of every disciple. It is not preaching. Of course, preaching is there and we need to cast out demons, everything is there. But the primary call is to be with him. അവൻ്റെ കൂടെ ഇരിക്കുക, അതാണ് പ്രൈമറി കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ കൺവേർട്ട് ചെയ്ത് വരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പറയുമ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ദാറ്റ് ഈസ്, maybe you have seen ഈ ആരോസ് ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു ടാർഗറ്റ് ബോർഡുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ടാർഗറ്റ് ബോർഡിൽ കുറേ സർക്കിൾസ് ഉണ്ട്, അല്ലേ? ഒരു സ്ക്വയർ ആണല്ലോ ടാർഗറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ആ ടാർഗറ്റ് ബോർഡിൽ കുറച്ച് സർക്കിൾസ് ഉണ്ട്. അതിൻ്റെ ഔട്ടർ സർക്കിൾസിൻ്റെ പ്രത്യേകത, ആ സർക്കിൾ മൊത്തമായിട്ട് ഈ ബോർഡിനകത്ത് വരത്തില്ല. ആ 4 കോർണറിൽ, ഈ റൗണ്ടിൻ്റെ 4 കോർണർ ഈ സ്ക്വയറിനകത്ത് വരുമായിരിക്കും. പക്ഷേ അത് കുറച്ച് ഈ ടാർഗറ്റ് ബോർഡിനകത്തും കുറച്ച് പുറത്തുമാണ്. യു ഗെറ്റ് ദ പോയിന്റ്, ഓക്കെ? എന്നാൽ നെക്സ്റ്റ് സർക്കിൾ വരുമ്പോഴത്തേക്ക് ഇത് ഓൾമോസ്റ്റ് ഇത് ഹോൾ തിങ്, ആ സർക്കിളിനകത്ത് തന്നെയാണ് മൊത്തം. സർക്കിളിനകത്തല്ല, ഈ സർക്കിള് ഈ സ്ക്വയറിനകത്താണ്, ഓക്കെ? പക്ഷേ ദർ ഇസ് എ സെൻറ്റർ പോയിന്റ്. ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇച്ചിരി ദൂരെയായിരിക്കും. പക്ഷേ ഇതിനകത്ത് തന്നെയാണ്, ഈ ടാർഗറ്റ് ബോർഡിൽ തന്നെയാണ്. എന്നാൽ അതിൻ്റെ അടുത്ത സർക്കിൾ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ക്ലോസർ ടു ദ സെൻട്രൽ പോയിന്റ്. ആൻഡ് ഫൈനലി വി സീ ദ ക്ലോസസ്റ്റ് സർക്കിൾ ദാറ്റ് ടച്ചസ് ദ സെൻട്രൽ പോയിന്റ്. ആ സെൻട്രൽ പോയിന്റുമായിട്ട് ടച്ച് ഉള്ളത് ഇതിൻ്റെ ചുറ്റുമുള്ള ഒരു സർക്കിളിനേ ഉള്ളൂ. ബാക്കിയുള്ള സർക്കിൾസ് എല്ലാം ഈ ടാർഗറ്റ് ബോർഡിനകത്താണെങ്കിൽ പോലും സെൻട്രൽ പോയിന്റുമായിട്ട് ഒരു ടച്ചില്ല, പക്ഷേ ടാർഗറ്റ് ബോർഡിനകത്താണ്. ഇതുപോലെ യേശുവിനെ അനുഗമിക്കുന്നവരുടെ കാര്യം പറയുമ്പോഴും ഒരു ഔട്ടർ സർക്കിൾ ഉണ്ട്. ഈ ഔട്ടർ സർക്കിളിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, അതും എപ്പോഴും ഈ ടാർഗറ്റ് ബോർഡിലായിരിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തൊന്ന് കയറും ഈ ടാർഗറ്റ് ബോർഡിൽ. പിന്നെ ബാക്കിയുള്ള കാര്യം വരുമ്പോഴത്തേക്ക് അത് പുറത്താണ്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എ what you say, it is not inside the target board. അത് നമ്മൾ പലപ്പോഴും കാണുന്നതായ ഒരു പ്രത്യേകത. ഈ യേശുവിനെ അനുഗമിക്കുമ്പോഴും യേശു ഈ സെൻട്രൽ പോയിന്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ, there is an outer circle which is not always on the target point or ആ ടാർഗറ്റ് സ്ക്വയറിനകത്ത് അല്ല, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കയറുന്നതായ ഒരു കാര്യം. അവരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷാരം എന്ന് വിളിക്കുന്നത്. പുരുഷാരം നമ്മൾ ലൂക്സ് ഗോസ്പൽ എടുക്കുമ്പോഴും അതിലെ 5-ാം അധ്യായത്തിൽ
അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കും. പുരുഷാരം അവര് ഇടയ്ക്കൊക്കെ വരും, ദൈവവചനം കേൾക്കാനൊക്കെ വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്, അപ്പം നമുക്ക് താഴോട്ട് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കാത്ത, അവിടെ കാണുന്നത് 2 പടക് കരയ്ക്ക് അടുപ്പിച്ചിരിക്കുന്നതൊക്കെ കണ്ടു. ശിമോനുള്ള പടകിൽ കയറി യേശു പ്രസംഗിച്ചു. ഇവർ ഈ പ്രസംഗമൊക്കെ കേട്ടു കേട്ടോ. പക്ഷെ പ്രസംഗം കേട്ട് സന്തോഷത്തോടെ ഇവരെല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ പ്രസംഗം കേൾക്കാൻ വരും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോകും. യേശുവുമായിട്ട് ഒരു ടച്ചില്ല ഇവർക്ക്. പുരുഷാരം, മൾട്ടിറ്റ്യൂഡ്. ഈ ഔട്ടർ സർക്കിളിന്റെ പേരാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പുരുഷാരം. It doesn't have a close association or relation. Of course, there is a relation. They come to hear the word of God, and sometimes they receive something from God. In John chapter 6 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് we see a multitude coming to Jesus, and they were hearing the message because they have seen the signs, and finally they were eating food. You know that 5,000 people were eating food. 5000 പുരുഷന്മാർ, അവരെ കർത്താവ് പരിപോഷിപ്പിച്ചു. ഫുഡൊക്കെ വാങ്ങിക്കുമെന്നേ, ഫുഡൊക്കെ കിട്ടും, ചിലപ്പം വരും, രോഗസൗഖ്യം കിട്ടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആളെ കാണത്തില്ല. അതാ ഒരു പ്രശ്നം. അത് കഴിഞ്ഞ് യേശുവുമായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്റ്റ് ഇല്ല. ബോംബെ ദിനകരൻ്റെ മീറ്റിംഗ് നടന്ന സമയത്ത്, ഇപ്പോഴല്ല, ഇയേഴ്സ് ബാക്ക്, നോ മോർ ഇയേഴ്സ് ബാക്ക് വെൻ ഐ വാസ് യങ്, അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ദിനകരൻ്റെ മീറ്റിങ്ങിന് പോയിരുന്നു. ബ്രദറുകാരനാണ്. അപ്പോൾ അവിടെ ഈ എല്ലാവരും വന്ന് സാക്ഷി പറയുകയാണ്. അപ്പം ഒരുത്തൻ വന്ന്, ഒരു സിക്കുകാരനാ, വന്നിട്ട് സാക്ഷി പറഞ്ഞു, എൻ്റെ കാല് വളഞ്ഞതായിരുന്നു, എൻ്റെ കാല് നേരെയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ, എൻ്റെ കൂട്ടുകാരൻ, ഇവൻ്റെ മുഖം ഒന്ന് നോക്കി വെച്ചിരുന്നു. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് ഇവൻ നോക്കിയപ്പം ഗുരുദ്വാരയിൽ നിന്ന് ഇവൻ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനവിടെ സാക്ഷ്യവും പറഞ്ഞു. ആരാ? ഈ സിക്കുകാരൻ സാക്ഷി പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കി എന്നെല്ലാം പറഞ്ഞ് സാക്ഷ്യവും പറഞ്ഞു. അപ്പോൾ ഇവൻ വിളിച്ചു ചോദിച്ചു, എടാ നീ അല്ലേ ദിനകരൻ്റെ മീറ്റിങ്ങിന് വന്നത്? സിക്കുകാരനാ. എന്നോട് പറഞ്ഞു, അതെ. അന്ന് നിന്റെ കാല് ശരിയായെന്ന് പറഞ്ഞല്ലേ? അതെ സാറേ, എൻ്റെ കാല് വളഞ്ഞതായിരുന്നു, ഇപ്പം എൻ്റെ കാല് നേരെയാക്കി ആയി. ആരാടാ സൗഖ്യമാക്കിയത്? യേശു. യേശുവാ സൗഖ്യമാക്കിയത്. പിന്നെ നീ എന്താ ഈ ഗുരുദ്വാര വന്നത്? അതിപ്പോ സാറേ ഞാൻ കൊച്ചിലെ തൊട്ട് ഇവിടെ അല്ലേ വരുന്നേ. അപ്പൊ സൗഖ്യമാക്കാൻ യേശു ഉണ്ട്, അതിന് വന്നു. പിന്നെ യേശുവായിട്ട് ബന്ധമൊന്നുമില്ല, ഇപ്പൊ പിന്നെയും ഗുരുദ്വാരയില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. സൗഖ്യം പ്രാപിക്കാൻ വരും, പ്രസംഗം കേൾക്കാൻ വരും, ഫുഡ് കിട്ടാൻ വരും, സമ്പത്ത് കിട്ടാൻ വരും. പക്ഷെ പുരുഷാരത്തിന്റെ ഭാഗമാണ്. They are not always on the target board. You see the difference? പക്ഷെ ആ പുരുഷാരത്തിന്റെ ഭാഗമാകാൻ അവരെ, we cannot call them disciples. We cannot call them disciples. But they are part of a multitude. പക്ഷെ നമ്മളോട് ചോദിക്കണം, നമ്മൾ ഈ മൾട്ടിറ്റ്യൂഡിന്റെ ഭാഗമാണോ? ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണോ? സൺഡേ ക്രിസ്ത്യൻസ് ആണോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. ആൻഡ് there are disciples. ചില ഡിസൈപ്പിൾസ് ഉണ്ടല്ലോ, അവരും യേശുവിൻ്റെ കൂടെ ഇരിക്കുന്നവരായിരിക്കത്തില്ല, പക്ഷേ യേശുവുമായിട്ട് ബന്ധമുള്ള, ദേ ആർ ഇൻസൈഡ് ദ ടാർഗറ്റ് ബോർഡ്. പക്ഷെ ഞാൻ പറയുന്നത്, ഇൻസൈഡ് ദ ടാർഗറ്റ് ബോർഡ് ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ആ സെൻറ്റർ പോയിന്റിനോട് ക്ലോസർ ആകണം. അതാ പറയാൻ വരുന്നത്. ചിലപ്പം ടേക്ക് ദ കേസ് ഓഫ് 70 ഡിസൈപ്പിൾസ്. നമ്മൾ ലൂക്സ് ഗോസ്പൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ, ചാപ്റ്റർ 10 നമ്മൾ വായിക്കുമ്പോൾ, അവിടെ വേഴ്സ് 1 നമ്മൾ വായിക്കുന്നത്, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു, താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. And Jesus appointed 70 others. They were disciples. They were not multitude. They were not part of just multitude. They were disciples. അപ്പം അവരെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, അവഗണിക്കാൻ പറ്റത്തില്ല. We need to appreciate them because they have relationship with Jesus. Multitude, there is no relationship with Jesus. But
But 70 disciples, they had relation with Jesus, and even Jesus appointed these 70 people, and they were going and preaching gospel. Okay? So some people are like that. They are disciples, they are inside the target box. They are not part of just the multitude. They are inside, പക്ഷേ they are not closer to the target point. ടാർഗറ്റ് ബോർഡിലുണ്ട്, പക്ഷെ ടാർഗറ്റ് പോയിന്റിനെ ടച്ച് ചെയ്ത് ആ നിലയിൽ നിൽക്കുന്നില്ല. സോ മൾട്ടിറ്റ്യൂഡ് ആണ് നമ്മളെങ്കിൽ നമ്മൾ we need to get in and walk in to the next level. And next level is the level of discipleship, and that is 70 disciples. But the problem, അവരെ യേശു വിളിച്ചത് തന്നെ എന്താണ്? 70 പേരെ നിയമിച്ചു. നമ്മൾ 12 പേരെ വിളിക്കുമ്പോൾ കാണുന്നത് തന്നോട് കൂടെ ഇരിപ്പാൻ. ആ തന്നോട് കൂടെ ഇരിക്കുക എന്നുള്ള ആ നിലയിലേക്ക് ഇവർ വന്നില്ല. പക്ഷെ അവർ ഡിസൈപ്പിൾസാണ്. അവർ സ്വർഗത്തിൽ പോകും, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. Maybe they will go to heaven and things like that. But Jesus wants you to go deeper and deeper. ഈ ടാർഗറ്റിന്റെ സെൻട്രൽ പോയിന്റിലേക്ക് നമ്മൾ പോകണം. ആ 70 ഡിസൈപ്പിൾസിനെ നിയമിക്കുന്നത് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലും സ്ഥലത്തിനും അവർക്ക് മുമ്പായി ഈരണ്ടായി അവരെ അയച്ചു. അവർ ഡിസൈപ്പിൾസ് ആണ്. So there are some disciples in the church, but the problem, അവരെ കൂടെ ഇരിക്കുന്ന, തന്നോട് കൂടെ ഇരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ വരുന്നില്ല. But God wants you to be with him. ആ 70 പേരുടെ കാര്യം. എന്നാൽ 12 ഡിസൈപ്പിൾസ് അങ്ങനെയല്ല. 12 ഡിസൈപ്പിൾസിന്റെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ വേഴ്സ് 13 ഓൺവേർഡ്സ് അവിടെ വായിക്കുന്നത്, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. And he goeth unto the mountain and calleth unto him whom he himself would that they went unto him, and he appointed the 12 that they might be with him. ഈ 12 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ശിഷ്യന്മാരാണ്, 70 പേരും ശിഷ്യന്മാരാണ്, പക്ഷേ നിങ്ങളെ ഞാൻ വിളിക്കുന്നത്, നിങ്ങളെ ഞാൻ ഒരു ദൗത്യം വരമേൽപ്പിക്കുമ്പോൾ അത് ചെയ്തേച്ച് തിരിച്ച് വീട്ടിൽ പോകാനല്ല. വീട്ടിൽ പോകരുതെന്നല്ല പറയുന്നത്. യു നീഡ് ടു ബി വിത്ത് മീ. എൻ്റെ കൂടെ ഇരിക്കണം. ഓൾവേസ് യു നീഡ് ടു ബി വിത്ത് മീ. എപ്പോഴും എൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണം, എൻ്റെ കൂടെ ഇരിക്കണം. 12 ഡിസൈപ്പിൾസിൻ്റെ പ്രത്യേകത അതാണ്. You see, multitude, they just come for meeting and they receive something and they are going back. But now, 70 disciples, they also have good relation with Jesus. They are disciples, but they are not staying with Jesus for all the time. They have a mission. അത് ചെയ്യാനായിട്ട് അവർ വന്നു കഴിഞ്ഞിട്ട് അവർ പോയി. ഈ 70 ഡിസൈപ്പിൾസ് യേശുവിൻ്റെ കൂടെ നടക്കുന്നത് നമ്മൾ കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവർ പോയി. അവർക്ക് ബന്ധമൊക്കെ ഉണ്ട്. ദേ ആർ ഇൻസൈഡ് ദ ടാർഗറ്റ് ബോർഡ്. ആ ബോർഡിനകത്തുണ്ട്, പക്ഷെ അവരെ ദേ ആർ നോട്ട് ക്ലോസർ ടു ദി ടാർഗറ്റ് പോയിന്റ്. ആ യേശു എന്ന ആ ടാർഗറ്റിൻ്റെ അത് അവർ ദേ ആർ ഇൻസൈഡ് ദ ടാർഗറ്റ് ബോർഡ്. ബട്ട് he called the 12 disciples to be with him. അവൻ്റെ കൂടെ ഇരിക്കാനായിട്ട് അവൻ വിളിക്കുകയാണ്. നമ്മളെയും കർത്താവ് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഇരിക്കാനായി. 12 disciples, they were with Jesus all the time. എന്നാൽ ഇതിനകത്ത് പിന്നെയും കുറച്ചുകൂടെ ക്ലോസർ ആയിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ടാർഗറ്റ് ബോർഡിൽ പല സർക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ദി ഔട്ടർ സർക്കിൾ, ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഓൺ ദ ടാർഗറ്റ് ബോർഡ്. ഇടയ്ക്കിടയ്ക്ക് കയറും, ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങിന് വരും, ഇടയ്ക്കിടയ്ക്ക് യോഗത്തിന് വരും, പിന്നെ അങ്ങ് പോകും, പിന്നെ അവരുടെ കാര്യം നോക്കി പോകും. പക്ഷേ 70 ഡിസൈപ്പിൾസ് അവർ ടാർഗറ്റ് ബോർഡിലുണ്ട്, പക്ഷേ അവർ യേശുവിൻ്റെ കൂടെ ഇരിക്കുന്നില്ല. 12 ഡിസൈപ്പിൾസിനെ വിളിച്ച് എന്തിനു വേണ്ടിയാണ്? അവൻ്റെ കൂടെ ഇരിക്കാനായിട്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ പഠിക്കണം.
കർത്താവേ, നീ എന്നെ വിളിച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, പ്രസംഗിക്കേണ്ടത് നയിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് തന്നോട് കൂടെ ഇരിക്കുവാൻ. ദാറ്റ്സ് ദ തിങ്, തന്നോട് കൂടെ ഇരിക്കേണ്ടതിന്. എന്നാൽ ഈ 12 ഡിസൈപ്പിൾസിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു 3 പേരെ പിന്നെയും നമ്മൾ കുറച്ചുകൂടെ ക്ലോസറായിട്ട് കാണുന്നു. ഒരു ഇന്നർ സർക്കിളിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ ലൂക്ക് ചാപ്റ്റർ 9 ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. നമ്മൾ ഓരോന്നും എടുത്ത് വായിക്കുന്നില്ല. ലൂക്കില് ചാപ്റ്റർ 9 നമ്മൾ വായിക്കുമ്പോൾ യേശു ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ചിലരെ പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 28 onwards when we read, അവിടെ നമ്മൾ കാണുന്നത് ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ആരൊക്കെയുണ്ട്? ഇറ്റ് ഈസ് പീറ്റർ, ജോൺ ആൻഡ് ജെയിംസ്. അവരെ വിളിച്ചു. ഈ 12 പേരുടെ അകത്തുനിന്ന് യേശു എന്ത് ചെയ്തു? ഈ 3 പേരെ വിളിച്ചു. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. യായിറോസിന്റെ ഭവനത്തിൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഈ 3 പേരെയാണ്, അല്ലേ? ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ 12 പേരിൽ 9 പേര് പുറത്ത് നിൽക്കുമ്പോഴും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് ഈ 3 പേരെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ 12 ഡിസൈപ്പിൾസിന്റെ ഭാഗമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് പിന്നെയും അകത്തോട്ട് കയറണം. നമ്മൾ സിയാറ്റിലെ ഈ സഭയിലുള്ളവര് 12 ഡിസൈപ്പിൾസ് ആയിക്കോട്ടെ, വെരി ഗുഡ്. പക്ഷേ വി നീഡ് ടു ഗോ ക്ലോസർ ടു ഗാഡ്. ആ 3 പേരുടെ ഭാഗമാകാൻ പോകണം. യേശു പ്രത്യേകമായ പല ദൗത്യങ്ങൾ ചെയ്യുമ്പോഴും ഈ 3 പേരെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ 3 പേരെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടനിലേക്ക്, മറുരൂപ മലയിലേക്ക് പോകുന്നതും ഈ 3 പേരെ വിളിച്ചുകൊണ്ടാണ്. ബാക്കിയുള്ള 9 പേര് കാണാത്തതായ വലിയ സ്വർഗീയ ദർശനം ഈ 3 പേര് കണ്ടു. ഇതാണ് ക്ലോസർ ആയിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ദൈവം വലിയ ദർശനങ്ങളെ നമുക്ക് നൽകും. ക്ലോസർ ആയിട്ട് പോകുമ്പോൾ they were seeing the heaven opened and they saw Moses and Elijah standing in white robe, ആർക്കും വെളുപ്പിക്കാൻ കഴിയാത്തത്ര വെളുത്ത, and they were talking to Jesus. And ആ സ്പിരിച്വൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ബാക്കിയുള്ള 9 പേർ ഇതൊന്നും കാണുന്നില്ല. പക്ഷെ ഈ 3 people, they were entering into a spiritual realm and they were hearing and seeing even spiritual things, something that is happening in the spirit world. ആത്മലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും കാണാൻ ഈ 3 പേർക്ക് ആ ഭാഗ്യം ഉണ്ടാകുന്നേ. അതുകൊണ്ട് നമ്മൾ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. മൾട്ടിറ്റ്യൂഡിന്റെ ഭാഗമാണ് നമ്മളെന്ന് ഞാൻ പറയുന്നില്ല. മേ ബി വി ആർ നോട്ട് പാർട്ട് ഓഫ്, വി ആർ പാർട്ട് ഓഫ് ദ മൾട്ടിറ്റ്യൂഡ്. അങ്ങനെയാണല്ലോ എല്ലാവരും വന്നത്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും മൾട്ടിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പക്ഷേ വെൻ വി കെയിം ഇൻ, maybe we were just like the 70 people who were doing something what Jesus said. They were coming for the meeting and things like that. They are inside the target board. ചർച്ചിലാണ്, കാര്യങ്ങളുണ്ട്. പക്ഷേ 12 ഡിസൈപ്പിൾസിന്റെ പ്രത്യേകത, they were not just fulfilling a mission or doing something for Jesus or receiving something from Jesus. Nothing like that. Something more than that. What is it? They were with Jesus. 12 disciples തന്നോട് കൂടെ ഇരിക്കുന്നു. ടാർഗറ്റ് ബോർഡിനോട്, ടാർഗറ്റ് പോയിന്റിലേക്ക് അടുത്തടുത്ത് വരികയാണ്. They were with Jesus all the time. ആ 12 പേരുടെ ഭാഗമാകണം. ഈ 12 പേരിൽ നിന്ന് വീണ്ടും ആ 3 പേരുടെ ഭാഗമാകണം നമ്മൾ. ആ 3 പേരുടെ ഭാഗമാകുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത എന്നറിയാമോ? യേശുവിൻ്റെ സീക്രട്സ് പോലും നമുക്ക് കർത്താവ് കാണിച്ചു തരും. വിൽ സീ ഹെവൻലി വിഷൻസ് ആൻഡ് വളരെ ഡീപ്പായിട്ട് സ്വർഗീയ ദർശനങ്ങൾ പോലും കാണാൻ മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നത് കേൾക്കാൻ അതുപോലെയുള്ള ഒരു ഡീപ്പർ എക്സ്പീരിയൻസ്
നമുക്കും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായിരിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ഡീപ്പർ റിലേഷൻഷിപ്പാണ്. ഡു വി ഹാവ് ദിസ് കൈൻഡ് ഓഫ് ഡീപ്പർ റിലേഷൻഷിപ്പ്? അങ്ങനെ ആകുമ്പോൾ എപ്പോഴും ആ ആത്മലോകത്തിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. സ്വർഗീയമായ കാര്യങ്ങൾ നമ്മൾ കാണുകയും അറിയുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യും. യേശുവിൻ്റെ കൂടെയാ 12 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ മറുരൂപമലയിലേക്ക് പോയപ്പോൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 12 ശിഷ്യന്മാർ യേശു ചെയ്തതെല്ലാം കാണുന്നുണ്ട്. ദേ ഹാവ് ആൻ അസോസിയേഷൻ വിത്ത് ജീസസ്. എവറിഥിങ് ഈസ് ഗുഡ്. അവരെല്ലാവരും ഡിസൈപ്പിൾസ് ആണ്, ക്ലോസ് ആണ്. പക്ഷെ ടാർഗറ്റ് ബോർഡിനോട് കുറെ കൂടെ, ടാർഗറ്റ് ബോർഡിൽ ഈ ടാർഗറ്റ് പോയിന്റിനോട്, ഇഫ് ജീസസ് ഈസ് ദ ടാർഗറ്റ് പോയിന്റ്, കുറെ കൂടെ അടുത്താണ്. കുറെ കൂടെ ഇന്ന് നമുക്ക് കുറെ കൂടെ അടുത്തേക്ക് കയറി ചെല്ലണം. കുറെ കൂടെ. അതാണ് ഈ 3 ഡിസൈപ്പിൾസിൻ്റെ പ്രത്യേകത. ഇനി ഞാൻ പറയട്ടെ, ഇതിനകത്ത് പിന്നെ ഒരു സ്മോളർ ഒരു ഇതൂടെ ഉണ്ട്. കുറച്ചുകൂടെ സ്മോളർ ആയിട്ടുള്ള ഒരു റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിൽ ആരാ ഉള്ളതെന്നറിയാമോ? ജീസസ് ഈസ് ഇൻ ദ കോർണർ, ജീസസ് ഈസ് ഇൻ ദ സെൻട്രൽ പോയിന്റ് ആൻഡ് ജോൺ. യു സീ, ഈവൻ ദീസ് 3 people God selected with all the spiritual experiences and everything, but John was closer. അവൻ പറയുന്നത്, യേശുവേ നീ ഞങ്ങളെ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞേ? നിന്റെ കൂടെ ഇരിക്കാനോ? ഞാൻ നിന്നെ ഇട്ടേച്ചെങ്ങും പോകത്തില്ല. ബാക്കി 12 പേര് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയൊക്കെ നിൽക്കുമായിരിക്കും. ടാർഗറ്റ് പോയിന്റിന് പുറത്തൊന്നും അവരാരും പോകത്തില്ല. They are not outside the target board. They are not outside the target board. But I want to come closer, oh Jesus. Even you selected 12 people and you selected 3 people, including me. But I want to see that I'm coming more closer to you, oh Jesus. I want to be with you. I always want to be with you. I will not leave you. നമ്മൾ നമ്മളിത് ആ യോഹന്നാൻ്റെ സുവിശേഷം മൊത്തം വായിച്ച് നമുക്കറിയാം. ജോൺ പറയുന്നത് തന്നെ എന്നാണെന്നറിയാമോ? യേശു സ്നേഹിച്ച ശിഷ്യന്ന്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അതൊരു ശരിയായ വാചകമാണോ? ബിക്കോസ് ജീസസ് ലവ്ഡ് എവറിബഡി. എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവരെയും ഒരുപോലെ തന്നെ സ്നേഹിച്ചു. പിന്നെ ജോൺ എന്നാ പറയുന്നേ? യേശു സ്നേഹിച്ച ശിഷ്യന്ന്. എന്നാന്നറിയാമോ? യേശുവിനെ ഏറ്റവും സ്നേഹിച്ചത് യോഹന്നാനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അവൻ ചിന്തിക്കുന്നത്, ചിലപ്പോൾ ഈ പിള്ളേരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2 പിള്ളേരെ 3 പിള്ളേരെ ഉണ്ടെങ്കിൽ ചിലപ്പം പിള്ളേർ വഴക്കുണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വഴക്കുണ്ടാക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ പണ്ടൊക്കെ എന്നാന്നറിയാമോ? മൂത്ത കൊച്ചു പറയും, എന്നെയാ പപ്പ കൂടുതൽ സ്നേഹിക്കുന്നത്. അങ്ങനെ കൊച്ചു പറയും, അല്ല എന്നെയാ. ഇളയ കൊച്ചു പറയും, പിന്നെ നിങ്ങളെ ഒന്നുമല്ല, എന്നെയാ കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പന് സ്നേഹം എല്ലാവരോടും ഒരുപോലെ അല്ലേ? പക്ഷെ കൊച്ചുങ്ങൾ വഴക്കുണ്ടാക്കുക, എന്നെയാ സ്നേഹിക്കുന്നത്. എന്നാന്നറിയാമോ? കൊച്ചുങ്ങൾ അതുപോലെ അപ്പനെ സ്നേഹിക്കുന്നു. കൊച്ചുങ്ങൾ അതുപോലെ അപ്പനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കൊച്ചുങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് ഈ 12 പേരും യേശുവിനെ സ്നേഹിച്ചു. യേശു 12 പേരെ സ്നേഹിച്ചു. 3 പേരെ യേശു ഒത്തിരി സ്നേഹിച്ചു. 3 പേരും യേശുവിനെ അതുപോലെ സ്നേഹിച്ചു. പക്ഷേ ഇവരിൽ എല്ലാവരിലും കൂടുതൽ യേശുവിനെ സ്നേഹിച്ചത് യോഹന്നാനാ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? യോഹന്നാൻ പറയാ, യേശു സ്നേഹിച്ച ശിഷ്യൻ. അവൻ നോക്കുമ്പം യേശുവിൻ്റെ സ്നേഹം അവനങ്ങോട്ട് സഹിക്കാൻ വയ്യാത്തതുപോലുള്ള സ്നേഹമാണ്. So he is seeing Jesus and his love so immeasurable. നമുക്കും വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്, when you love Jesus more and more and more, you will feel that Jesus loves you more and more and more. ആ ഒരു അടുപ്പം അത് യോഹന്നാന് മാത്രം ഉണ്ടായിരുന്നതായ, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ യേശുവിനെ അവൻ സ്നേഹിച്ചു. അതുകൊണ്ടെന്താ? അവൻ യേശുവിൻ്റെ അടുത്തൊന്നും മാറത്തില്ല. എല്ലാവരെയും തള്ളി മാറ്റിയിട്ട് അടുത്ത് കയറിയിരിക്കും. അതാ യോഹന്നാൻ്റെ ഒരു സ്വഭാവം. പിടിച്ച് തള്ളി മാറ്റുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, യേശുവിൻ്റെ അടുത്തൊന്നും മാറത്തില്ല. കാര്യം യോഹന്നാൻ പറയുന്നത്, അങ്ങോട്ട് മാറിയിരിക്കണമെന്ന് ആരെങ്കിലും പറയും, പിന്നെ യേശു പറഞ്ഞല്ലോ തന്നോട് കൂടെ ഇരിക്കാനാ നമ്മളെ വിളിച്ചേക്കുന്നതെന്ന്, ഇല്ലേ?
ആരെന്തോ പറഞ്ഞാലും യേശുവിൻ്റെ അടുത്തൂന്ന് മാറത്തില്ല. ഇൻ ജോൺ ചാപ്റ്റർ 13 when we read verse 23 we see, അവിടെ നമ്മൾ കാണുന്നത് ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ, that John says about himself. There was at the table reclining in Jesus' bosom one of his disciples whom Jesus loved. യേശു എല്ലാവരെയും സ്നേഹിച്ചു. But John says യേശു സ്നേഹിച്ച ഒരുത്തൻ. And you know what he did? യേശുവിൻ്റെ മാർവിടത്തെ ചാരിക്കൊണ്ടിരുന്നു. That's what we see. Reclining in Jesus' bosom. യേശുവിൻ്റെ മടി കയറി ഇരുന്നെന്നൊക്കെ പറയുന്നത് പോലെ അടുത്ത് ചെന്ന് he was leaning towards the heart of Jesus. Leaning towards the heart of Jesus. യേശുവിനോട് ചാരിയിരിക്കുന്നവനായ യോഹന്നാൻ. യേശുവിനോട് ചാരിയിരിക്കുന്ന യോഹന്നാൻ. എന്തായി? നമ്മളൊരു when we are reclining to the heart or the bosom, what is happening when he is putting his ears to the closer to the heart, he will hear the heartbeat of that person. അതുകൊണ്ട് യോഹന്നാൻ എന്താണെന്നറിയാമോ? യോഹന്നാൻ യേശുവിൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ട അവിടെ ഇരിക്കുന്നത്. യു സീ ദ ഡിഫറൻസ്. ഹാർട്ട് ബീറ്റ് കേട്ട് ഹൃദയമിടിപ്പ് കേൾക്കുക, ഹൃദയസ്പന്ദനം കേൾക്കുക, ഹാർട്ട് ബീറ്റ്. അതിൻ്റെ അർത്ഥം എന്നാ? Now he understands everything in the heart of Jesus. So you know what happens? അവിടെ കർത്താവ് പറഞ്ഞു, എന്നെ ഒരാൾ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങളിൽ ഒരുത്തന്നെ ഒറ്റിക്കൊടുക്കും. പത്രോസ് ചോദിച്ചു, യോഹന്നാനെ കണ്ണ് കാണിച്ചു. ആരാന്ന് ചോദിച്ചു. യോഹന്നാനെ പത്രോസിന് ചോദിക്കാൻ പേടിയാ. ഇനി അതാണെന്ന് വല്ലതും കർത്താവ് നീ ആണെന്ന് വല്ലതും പറഞ്ഞാലോ എന്നുള്ള ഒരു പേടി. യോഹന്നാനോട് ചോദിച്ചു, കർത്താവേ അതാരാ? യോഹന്നാൻ ഒരു പേടിയില്ല. കാരണം അവൻ ആ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുന്നവനാ. അവൻ യേശുവിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നവനാ. അത് കർത്താവ് ആർക്ക് മാത്രമേ വെളിപ്പെടുത്തി കൊടുത്തുള്ളൂ? യോഹന്നാന് മാത്രമേ വെളിപ്പെടുത്തിക്കൊള്ളൂ. ഞാൻ കാലത്തിൽ അപ്പം മുക്കി കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞ് അപ്പകണ്ടം മുക്കി യൂദായ്ക്ക് കൊടുത്തു. ഇനി തമാശ എന്നറിയാമോ? ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, യോഹന്നാനോട് യേശു പറഞ്ഞ കാര്യം മറ്റാരും കേട്ടില്ല. കേട്ടായിരുന്നെങ്കിൽ ഇവൻ എണീറ്റ് പോകുമ്പോൾ പോന്നു കള്ളൻ എന്നൊക്കെ പറഞ്ഞില്ല. അതാ യേശു അവനെ വേറെ എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞു വിട്ടതായിരിക്കുമെന്ന് അവരെല്ലാവരും പറയുന്നത്. എന്നതറിയാമോ? യോഹന്നാൻ യേശുവിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നവനാ. വാട്ട് ഈസ് ഡീപ്പ് ഇൻ ദ ഹാർട്ട് ഓഫ് ജീസസ്, ഹി ഹിയേഴ്സ് ദാറ്റ്. They had that kind of communication. രഹസ്യങ്ങളില്ല, അത്രയ്ക്കും ആഴത്തിലുള്ള റിലേഷൻഷിപ്പ് യോഹന്നാനോടുണ്ടായിരുന്നു യേശുവിന്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നുണ്ടോ? ഡു വി ഹിയർ ദ ഹാർട്ട് ബീറ്റ് ഓഫ് ജീസസ്? ആർ യു ലീനിങ് ടു ദ ഹാർട്ട് ഓഫ് ജീസസ്? കർത്താവിൻ്റെ ഹൃദയത്തോട് ചാരിയിരിക്കുന്ന ഒരു സ്റ്റേജ്. പുരുഷാരത്തിൻ്റെ ഭാഗമായാൽ പോരാ പ്രിയമുള്ളവരെ. പുരുഷാരത്തിൻ്റെ ഭാഗമാകാൻ സ്വർഗത്തിൽ പോലും പോകത്തില്ല. അവൻ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പമൊക്കെ തിന്നേച്ച് അവൻ സ്ഥലം വിടും. നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 12 പേര് പറഞ്ഞു, ഞങ്ങളെവിടാ പോകുന്നത്? ഞങ്ങൾ പോകത്തില്ല. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട്. ആ 12 പേര് ഇട്ടേച്ച് പോയില്ല. 5000 പുരുഷന്മാർ ഇട്ടേച്ച് പോയി, പക്ഷെ 12 പേര് ഇട്ടേച്ച് പോയില്ല. ആൻഡ് ഗാഡ്, ജീസസ് ചോസ് them. 70 people ഇടയ്ക്കൊക്കെ ഉണ്ട്, പക്ഷെ വേറെ കാര്യമുണ്ട്. These 12 people, they were closer to the target point. ആ യേശുവിനോട് ചേർന്ന് അവർ പറയുന്നത്, we are not leaving you, we are with you. ഞങ്ങൾ നിന്നെ ഇട്ടേച്ച് പോകത്തില്ല. കാര്യം നീ ഞങ്ങളെ വിളിച്ചതിന് വേണ്ടിയാ, നിന്നോട് കൂടെ ഇരിക്കാൻ വേണ്ടി. യേശു നമ്മളെ വിളിക്കുന്നത് കൂടെ ഇരിക്കാൻ. Again 3 people, closer circle. അവര് എന്ത് ചെയ്യുന്നുണ്ട്? They are seeing the heavenly visions. അങ്ങനെ യേശുവിൻ്റെ കൂടെ ബാക്കിയുള്ള 9 പേര് മാറിയിരിക്കുമ്പോൾ പോലും ഈ 3 പേര് യേശുവിൻ്റെ കൂടെ തന്നെയാ. അങ്ങനെയുള്ളവർക്ക് ആ സ്വർഗീയ ദർശനങ്ങൾ കാണാൻ കഴിയുന്നത്. യേശുവിൻ്റെ
ഹൃദയം, അല്ലെങ്കിൽ യേശുവിനോട് അടുത്തിരിക്കുന്ന അവരെ മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട്. മറുരൂപപ്പെട്ട അവസ്ഥ. യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ മറുരൂപപ്പെട്ട ഒരവസ്ഥയിൽ യേശുവിനെ കാണാൻ കഴിഞ്ഞത് ഈ 3 പേർക്കാണ്. രൂപാന്തരീകരണം സംഭവിച്ച ആ അവസ്ഥയിൽ ട്രാൻസ്ഫോംഡ് ജീസസിനെ ഈവൻ ബിഫോർ ഹി വാസ് ഡൈയിങ് ആൻഡ് റിസറക്റ്റഡ് അവർ കണ്ടു. ആ യേശുവിനെ കണ്ടു. അത് കാണണമെങ്കിൽ കൂടുതൽ ക്ലോസറായിട്ട് ആ 3 പേരിൽ ഒരാളാകണം. അതും പോരാ, യോഹന്നാനെ പോലെ യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുന്നതായ ഒരവസ്ഥ. ഇന്ന് ഞാൻ പറയട്ടെ, നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ശരിക്കും ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലെങ്കിൽ പുരുഷാരത്തെ വിട്. അതൊരിക്കലും അവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നമ്മൾ പുരുഷാരത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ തിങ്ക് വി പീപ്പിൾ ആർ നോട്ട് പാർട്ട് ഓഫ് ജസ്റ്റ് ദി മൾട്ടിറ്റ്യൂഡ്, ബട്ട് മേ ബി വി ആർ just like the 70 people who were appointed by Jesus to do some mission and things like that. But more than that, we need to be the one among the 12 people who were called to be with Jesus. യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ. ഹല്ലേലൂയ. തൻ്റെയോട് കൂടെ ഇരിക്കാൻ. വീണ്ടും നമ്മൾ മാർക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ അടുത്ത കാര്യങ്ങളും കൂടെ. Chapter 3 verse 13 onwards when we read, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ തൻ്റെ അടുക്കൽ വിളിച്ചു, അവർ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും. തന്നോട് കൂടെ ഇരിക്കാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും. You see, God calls his disciples for a mission. അതാ ഇന്നിവിടെ നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചപ്പോഴും കേട്ട ഒരു കാര്യമുണ്ട്. Our church should be a മിഷൻ ഓറിയന്റഡ് ചർച്ച്. അത് മിഷന് കാശ് കൊടുക്കുന്നത് മാത്രമല്ല. കാശ് കൊടുത്തോ, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നെങ്കിൽ കൊടുത്തോ, പാവങ്ങൾക്ക്, അല്ലെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നെങ്കിൽ ഒക്കെ നിങ്ങൾ കൊടുത്തു. അതൊന്നും ഞാൻ എതിരല്ല. പക്ഷേ നമ്മൾ അതിലുപരിയായിട്ട് we need to see that we ourselves are preaching gospel. Maybe not just in the streets. സ്ട്രീറ്റിൽ പറ്റുമെങ്കിൽ സ്ട്രീറ്റിൽ പ്രസംഗിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്ട്രീറ്റിൽ പ്രസംഗിക്കാനാണ്. God has called me as a Bible teacher. അതെൻ്റെ കോളിങ്ങാണ്. പക്ഷേ I was a street preacher all my life. Even now. ഞാൻ അവിടെ ടാൻസാനിയയിൽ ചെന്ന ഉടനെ ക്യാപ്റ്റൻ സിയാമെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവിടുത്തെ നമ്മുടെ മിഷണറിയാണ്, ഫുൾ ടൈം മിഷണറിയാണ്. ഞാൻ ക്യാപ്റ്റനോട് പറയും, ക്യാപ്റ്റൻ നമുക്ക് പരസ്യവും വേണം കേട്ടോ, പരസ്യവും വേണം. പുള്ളി എനിക്ക് വേണ്ടിയുള്ള സെമിനാറുകളും വലിയ മീറ്റിങ്ങുകളും എല്ലാം അറേഞ്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന ഡേറ്റ് ഒന്ന് അറിയിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഒരു ദിവസം ഇടയില്ലാതെ 10,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ചെല്ലേണ്ട സ്ഥലങ്ങളുടെ എല്ലാം ലിസ്റ്റ് എനിക്ക് കൃത്യമായിട്ട് അയച്ചു തന്നു. അതുപോലെ മീറ്റിംഗ് അറേഞ്ച്. എന്നാൽ പിന്നെ അമേരിക്ക വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ഞാൻ അവിടെ റെസ്റ്റൊന്നുമില്ല, അതുപോലെ മീറ്റിംഗ് എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ഇദ്ദേഹത്തോട് പറയും, എന്താ പരസ്യവും വേണേ, പരസ്യവും, ഇതിനിടയ്ക്ക് ഒരു പരസ്യവും കൂടെ. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ മുഴുവൻ പരസ്യമാണ്. ബിക്കോസ് ഗോഡ് ഹാസ് കോൾഡ് മീ ആസ് എ സ്ട്രീറ്റ് പ്രീച്ചർ. എന്നാൽ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രീറ്റ് പ്രീച്ചിങ് മാത്രമല്ല, വി നീഡ് ടു ഷെയർ ഗാസ്പൽ എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക്. വി നീഡ് ടു ഷെയർ ഗാസ്പൽ വിത്ത് പീപ്പിൾ. അങ്ങനെ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും. യു ഗെറ്റ് മൈ പോയിന്റ്? ഗോഡ് വാണ്ട്സ് us to be with him and to preach. പക്ഷേ ഇവിടെ ഒരു സത്യം, തന്നോട് കൂടെ ഇരിക്കുന്നവന് മാത്രമേ പ്രീച്ച് ചെയ്യാൻ അവകാശമുള്ളൂ. അതും നമ്മൾ മനസ്സിലാക്കണ്ടേ. കാണാതെ പഠിച്ച് പ്രസംഗിക്കുന്നതല്ല. പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പലയിടത്ത് പ്രസംഗിക്കുമ്പോഴെല്ലാം പറയും, ഇപ്പോൾ പാട്ടുകാർ പെർഫോമൻസ് എന്ന് പറയും. പാട്ടുകാർ മാത്രമല്ല പെർഫോമൻസ്, പ്രസംഗിക്കുന്നവരും പെർഫോമൻസ് ഒത്തിരി ഉണ്ട്. ഇന്ന് വന്ന് പ്രസംഗങ്ങളൊക്കെ എല്ലാം പ്ലാൻഡ് ആയിട്ടുള്ള ആളുകളെ രസിപ്പിക്കുന്ന നിലയിലുള്ള പ്രസംഗങ്ങൾ, പെർഫോമൻസ്. നോ, വാട്ട് ഈസ് preaching? Preaching is expressing Jesus or giving Jesus. If you want to give Jesus, you need to have Jesus. നമ്മൾ യേശുവിൻ്റെ കൂടെ ഇരുന്നാലേ യേശുവിനെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രസംഗിച്ചാൽ അത് പെർഫോമൻസാണ്. യു ഗെറ്റ് മൈ പോയിന്റ്? ചിലർക്ക് പ്രസംഗിക്കാൻ നന്നായിട്ട് അറിയാം, എല്ലാം അറിയാം, പ്രസംഗിക്കാനല്ലാതെ പക്ഷെ ലൈഫില്ലാത്ത അവസ്ഥയുണ്ട്. ഒരിടത്ത്
ഒരാൾ രണ്ടുപേര് ഇങ്ങനെ ഒരു അച്ചായനും ഒരു അവിടെ ഞാൻ ആഫ്രിക്കൻ സാറിന് പറയുന്നൊരു കഥയാണ്. ഒരു പയ്യനും കൂടെ അടുത്ത് നിൽക്കുക. ഉടനെ അച്ചായൻ ചോദിച്ചു, മോനെ നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം? അവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, മോട്ടോർ ബൈക്ക് ഓടിക്കാൻ അറിയാമോ? അവൻ പറഞ്ഞു, ഇല്ല അച്ഛാ. ഓക്കെ, ഞാൻ നിന്നെ പഠിപ്പിക്കാം. കീ കൊടുത്തിട്ട് പറഞ്ഞു, കീ ഇറ. അവനിട്ടു. അവനെല്ലാം അനുസരിക്കുക. എന്നിട്ട് പറഞ്ഞു കയറിയിരിക്കുക. ഇയാളും കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു ന്യൂട്രലാക്കി കിക്ക് ചെയ്തു. സ്റ്റാർട്ടായി. ഇവനെല്ലാം പഠിപ്പിച്ച് ഫസ്റ്റ് ഗിയർ ഇട്, സെക്കൻഡ് ഗിയർ ഇട്, ടോപ്പ് ഗിയർ ഇട്. ഒടുവിൽ ഒരു 2 കിലോമീറ്റർ വണ്ടി ഇവൻ ഓടിച്ചൊരു ചായക്കടയുടെ മുമ്പിൽ ചെന്നപ്പോൾ അച്ചായൻ പറഞ്ഞു, മോനെ നിർത്തല, നമുക്കൊരു ചായ കുടിക്കാം. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ പറഞ്ഞു, അച്ചായൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനല്ലേ ഓടിച്ചേ. അങ്ങോട്ട് പോകുമ്പോൾ അച്ചായൻ അങ്ങ് ഓടിച്ചു. അച്ചായൻ പറയുക, മോനെ ഞാൻ ബൈക്ക് ഓടിക്കത്തില്ല, എനിക്ക് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ, ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ലെന്ന്. അങ്ങനെയുള്ള ഒത്തിരി പാർട്ടികളുണ്ട് പ്രസംഗിക്കുന്നവർ. അങ്ങനെയുള്ളവരല്ല നമുക്ക് വേണ്ടത്. അവനോട് കൂടെ ഇരുന്ന് അവനെ കൊടുക്കണം, യേശുവിനെ കൊടുക്കണം. ഞാൻ അവൻ്റെ കൂടെ ഇരുന്നാൽ ഞാൻ പ്രസംഗിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് യേശു ഇറങ്ങി വരും. ഞാൻ യേശുവിനെ കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് പ്രീച്ചിങ് ഓൺ ദ സ്ട്രീറ്റ് പ്രസംഗിക്കണം. ഒരു ട്രാക്ട് കൊടുക്ക്, ഗിവ് എ ട്രാക്ട്, ഓർ വിസിറ്റ് സം ഓഫ് യുവർ ഫ്രണ്ട്സ്, ഓർ കോൾ സംബഡി ടു യുവർ ഹൗസ്. അതിന് നല്ലൊരു ഇതാണ് കേട്ടോ. Call some of your friends to your house, give them a food and share gospel with them. Do that. And when you share gospel, if you have been with him, അവൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനെ കൊടുക്കണം. അവനെ കൊടുക്കണമെങ്കിൽ അവൻ്റെ കൂടെ ഇരിക്കണം. തന്നോട് കൂടെ ഇരിക്കാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും. 3, ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരം ഉണ്ടാകേണ്ടത്. ഇത് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നത് ഉന്തിത്താഴെ ഇടുന്നതോ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഭൂതങ്ങളെ പുറത്താക്കുക. ഈ മിഷൻ ഫീൽഡിലൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി ഭൂതങ്ങൾ. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചൊക്കെ ഭൂതങ്ങളൊക്കെ പോകും. പക്ഷേ ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, എടാ ആഫ്രിക്കയിൽ ഒത്തിരി ഭൂതമുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ഭൂതമുണ്ട്, വടക്കേ ഇന്ത്യയിലും ഉണ്ട്. പക്ഷേ നമ്മുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയ്ക്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം കേരളത്തിൽ വന്നു കഴിഞ്ഞാലോ അമേരിക്ക വന്നു കഴിഞ്ഞാലോ ഭൂതങ്ങളൊന്നും പോകുന്നില്ലല്ലോ. ഇവർക്കൊന്നും ഭൂതമില്ലേ? ഭൂതം ഇല്ലാഞ്ഞിട്ടല്ല. എന്നാന്നറിയാമോ, 2 രീതിയിലുള്ള അവസ്ഥയുണ്ട്. ഒന്ന്, ഡിമൺ പൊസസ്ഡ് ആയിട്ടുള്ളവരുണ്ട്, ഡിമൺ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. ഈ പാവങ്ങളൊക്കെ ഡിമൺ പൊസസ്ഡാ. കാര്യം അവരുടെ ഉള്ളിലേക്ക് ഭൂതവും കയറും, ദൈവാത്മാവും പെട്ടെന്ന് കയറും. കർത്താവിനെ അവർ പെട്ടെന്ന് സ്വീകരിക്കുന്നത്. നമ്മളെന്താണെന്നറിയാമോ, നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ദൈവത്തിനും അകത്ത് കയറാൻ പറ്റത്തില്ല, ഭൂതത്തിനും അകത്ത് കയറാൻ പറ്റുകയില്ല. പക്ഷേ ഭൂതം പുറത്തു നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കാവുന്ന എല്ലാ വകയിലെയും ചെയ്യിക്കും. പലരും ഡിമൺ പൊസസ്ഡ് അല്ലെങ്കിലും ഡിമൺ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ഡിമൺ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജീവിക്കുന്നവരെ അതിൽ നിന്ന് പുറത്താക്കണം. അതിനും അധികാരം വേണം. അല്ലാതെ തള്ളി താഴെ ഇടുന്നത് മാത്രമല്ല ഭൂതം. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഭൂതങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഒത്തിരി പേര് അങ്ങനെ പല സ്ഥലങ്ങളിൽ. കാര്യം അങ്ങനെയുള്ള ഏരിയയിൽ വരുമ്പോഴത്തേക്ക് ചില കാര്യം അവർ യേശുവിനെ സ്വീകരിക്കുന്നത് അതേപോലെ പെട്ടെന്ന്, ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് സ്വീകരിക്കും. ഭൂതവും അകത്ത് കയറും ചിലപ്പം. പിന്നെ നിങ്ങളാരും പേടിക്കേണ്ട കാര്യം, വിശ്വാസികളുടെ ഉള്ളിലേക്ക് ഭൂതങ്ങൾ കയറത്തൊന്നുമില്ല. ചിലർ പറയും കൈവശം തന്ന ഭൂതം കയറിയെന്ന്. ഭക്ഷണത്തിലൂടെ ഒന്നും ഭൂതം കയറത്തില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് എന്തുവാ? പായസം കുടിച്ചോണ്ടാണോ? ഒന്നും അല്ലല്ലോ. ആണോ? ഭക്ഷണത്തിലൂടെ പരിശുദ്ധാത്മാവും കയറത്തില്ല, ഭക്ഷണത്തിലൂടെ ഭൂതവും കയറത്തില്ല. അതുകൊണ്ട് വെറുതെ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് കൈവശം തന്നിട്ടുണ്ട്, നിങ്ങളുടെ അമ്മായിയമ്മ കൈവശം തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പേടിപ്പിക്കരുത്, ഛർദിപ്പിക്കുകയും ചെയ്യരുത്. കൈവശം ഛർദിച്ചു, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണം. യു സി, ഡിമൺ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അധികാരപ്പെടുത്തുന്നു. എന്തിനാ? യു ഗോ ആൻഡ് റിലീസ് ദം ഫ്രം ദ ക്ലച്ചസ് ഓഫ് ദ ഡെവിൾ. ഭൂതത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അല്ലാതെ താഴെ തള്ളിയിടുന്ന കാര്യമൊന്നുമല്ല. കാര്യം പാപത്തിൻ്റെ വഴിയിൽ നടക്കുന്നവൻ, അതിൽ രസിക്കുന്നവൻ, അവൻ ഭൂതത്തിൻ്റെ പിടിയിലാണ്. ഡിമൺ പൊസസ്ഡ് ആയിരിക്കില്ല, പക്ഷേ ഈസ് അണ്ടർ ദ ക്ലച്ചസ് ഓഫ് ഡിമൺ. അവരെ വിടുവിക്കണം. അതിനുള്ള അധികാരം നമുക്ക് നൽകിയിരിക്കുന്നു.
ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ, God called us to be with Him. We are not just part of the multitude. We are part of the disciples. ഡിസൈപ്പിൾസിനെ അവൻ വിളിക്കുന്നത് 70 പേരെ വിളിച്ച് അവരെ അകത്തുള്ളവരാ, ടാർഗറ്റ് ബോർഡിനകത്തുണ്ട്. പക്ഷെ നമുക്ക് ലെറ്റ് us go closer. പുരുഷാരത്തിൽ നിന്ന് ആ 70യുടെ ആ ഒരു ടാർഗറ്റ് സർക്കിളിലേക്ക് നമുക്കൊന്ന് കയറണം. അവിടെ നിന്ന് വീണ്ടും നടന്ന് ആ 12 ഡിസൈപ്പിൾസിന്റെ ഇടയ്ക്കേക്ക് നമുക്ക് കയറണം. 12 ഡിസൈപ്പിൾസ് ആയിട്ട് ഇരുന്നാൽ പോരാ, ആ സെലക്റ്റഡ് 3യിൽ ഒന്നാകണം. അതും പോരാ, എന്ത് വേണം? മാറോട് ചാരിയിരിക്കുന്ന ഒരവസ്ഥ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.